ജാസ്മിനും രശ്മിനും തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട്. കാരണക്കാരി സത്യം പറയുകയാണെങ്കിൽ ശ്വേതാമേനൻ തന്നെയാണ് എന്ന് പറയാം. കാരണം ശ്വേതാമേനൻ ജാസ്മിനോട് പറയാണ് ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തണം, അതിനെ എല്ലാവരും വിളിച്ചിട്ട് വരാനായിട്ട്. അതിന്റെ ഫലമായിട്ട് പവർ ടീം അംഗങ്ങളെയും ജാസ്മിൻ പോയി വിളിച്ചു. എന്നാൽ അവർ വരാൻ തയ്യാറായില്ല. ഒബ്വിയസ്ലി അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഗസ്റ്റിനെ പ്ലീസ് ചെയ്യേണ്ടതും അവരിൽ നിന്ന് കോയിൻ കളക്ട് ചെയ്യേണ്ടതും ബാക്കിയുള്ള കുടുംബാംഗങ്ങളാണ്. എന്നാൽ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ജാസ്മിന് മാക്സിമം കോയിൻസ് കളക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി അവരെ നിർബന്ധിക്കുന്നുണ്ട് ജാസ്മിൻ. അതും ഒരു റോബോട്ടായിട്ട് പോയിരിക്കൂ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ അൻസിബ ആയാലും രശ്മിനായാലും പ്രത്യേകിച്ച് അൻസിബ ജാസ്മിനെ കളിയാക്കി വിടുകയാണ് ചെയ്തത്. അവസാനമാണ് ജാസ്മിൻ പോയിട്ട് ആ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ആ സമയത്ത് രശ്മിനും അൻസിബയും കുക്ക് ചെയ്യായിരുന്നു. ഒബ്വിയസ്ലി രശ്മിനെ ഇത് ചൊടിപ്പിച്ചു. രശ്മിൻ ജാസ്മിൻ്റെ നേരെ കുതിച്ച് ചാടുന്നൊരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ജാസ്മിന്റെ പ്രൊഫഷണലിസം ആണ്. അതായത് ഇങ്ങനൊരു അടി ഉണ്ടായതിനു ശേഷം ജാസ്മിൻ ആ ക്യാരക്ടർ വിടാതെ ഒരു റോബോട്ടായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു പോയിരിക്കി അവിടെ പോയിരിക്കി അവിടെ പോയിരിക്കി എന്ന്. അപ്പോൾ ഋഷി മതി നിർത്തടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ജാസ്മിൻ ആ ക്യാരക്ടർ ഒന്ന് വിടുന്നത്. ഇതിന്റെ ബാക്കി പത്രമായിട്ട് നോറയും ജാസ്മിനും തമ്മിലൊരു തല്ലുണ്ടാക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് നോറ വിഷം കുത്തി വെച്ചിട്ടാണ് രശ്മിൻ ഇങ്ങനെ മാറിയത് എന്നുള്ള രീതിയിലാണ്. നോറേനെ കൊടും വിഷം എന്നൊക്കെ പറയുന്നുണ്ട്. നോറ ഒരുപാട് ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം, രശ്മിനെയും ജാസ്മിനെയും തെറ്റിക്കാനായിട്ട്. പക്ഷേ രശ്മിൻ അതൊന്നും ചെവിയിലേക്ക് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ജാസ്മിന് രശ്മിൻ എന്ന ഫ്രണ്ടിന് ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഗബ്രി ഇവിടെ നിന്ന് പുറത്തു പോയ സ്ഥിതിക്ക്. അതുകൊണ്ട് തന്നെ രശ്മിൻ ഇനി എന്ത് ചെയ്താലും നോറേനെ പറഞ്ഞ് സേഫ് ആവാനേ ജാസ്മിനും ട്രൈ ചെയ്യുള്ളൂ.